ഹാപ്പി പൊങ്കൽ. നമ്മളിപ്പോ എവിടെയാ? എന്തിനാ നടക്കാൻ? രാവിലെ മോർണിംഗ് വാക്കിന് വന്നതാണ്. എന്നും തന്നെ പിടിച്ചു വിളിച്ച് കൂട്ടിയിട്ട് വന്നതാണ്. ഉറങ്ങിക്കൊണ്ടിരുന്ന് എന്നെ പിടിച്ചിട്ട് വന്നതാണ്. ഇനി എന്താ വന്ന് വാക്കിങ്ങിന് വന്നു. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാക്കിംഗ് എന്നല്ല വേണ്ടത് അല്ലേ? റിസ്ക് വാക്കിംഗ് വേണം. ഫാസ്റ്റായിട്ട് നടക്കണം. ഫാസ്റ്റായിട്ട് എവിടെയാണ് നടക്കുന്നത്? അച്ഛനോട് അച്ഛൻ പിന്നില് ജോഗ് ചെയ്യുന്നു. നമ്മളെന്ത് ചെയ്യണേ? നമ്മള് നടക്കണം. എല്ലാവരും നല്ല സ്പീഡായിട്ടാണ് നടക്കുന്നത്. ഞങ്ങള് ചുമ്മാ മെല്ലെ നടക്കുക അല്ലേ? എന്നും തോന്നി മെല്ലെ നടക്കുക. തന്നുണ്ട് ഓടേണ്ട ആളാണ്. ഓടാൻ വയ്യ തന്നുണ്ടിന്. കാലുവേദന എപ്പോഴും മാറിയിട്ടില്ല. ഇനി എത്ര മാറുക അറിയില്ല. മറ്റന്നാൾ മാറും. ഇവിടെ ഇതേതാ സോൺ? ഇത് സോണ് 3. എത്ര സോണുണ്ട്? ഇനി 3 സോണുണ്ട്. അച്ഛൻ വരുന്നുണ്ട്. ഇനി 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനി 2 കിലോമീറ്റർ ഉണ്ടാ? 2 കിലോമീറ്റർ നടക്കുവോ? റേസ് കോഴ്സ് ഉണ്ട്. ഫുൾ റേസ് കോഴ്സ് 3 കിലോമീറ്റർ ഇല്ല, 2.5 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയും 2 കിലോമീറ്റർ. അപ്പൊ ഹാഫ് കിലോമീറ്റർ തന്നോ? അപ്പൊ ഇനിയും 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. എന്നതിന് പൊങ്കലിന് ലീവല്ലേ? എത്ര ദിവസം? 5 ദിവസം. സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. 5 ദിവസം ലീവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേയും കഴിഞ്ഞ, ഫ്രൈഡേയും കഴിഞ്ഞ, സാറ്റർഡേയും കഴിഞ്ഞ, സൺഡേ ഹോളിഡേ. സൺഡേ അല്ലെങ്കിൽ ഹോളിഡേ അല്ല. അത് കഴിഞ്ഞ എക്സാം അല്ലേ? വെരി ഗുഡ്. ഇതിന് ചുറ്റും നിറയെ മരങ്ങളൊക്കെ ഇട്ട് നല്ല ചെടികളൊക്കെ ഇട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. ഒരു സർക്കിളാണ്. മോർണിംഗ് ആൻഡ് ഈവനിങ് എല്ലാവരും എക്സസൈസ് ചെയ്യാൻ വരുന്ന സ്പോട്ടാണ് കോയമ്പത്തൂര്. റേസ് കോഴ്സാ? കോയമ്പത്തൂരിനല്ലേ റേസ് കോഴ്സ്? അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ്. ചൈന വാളാണിത്. അതെ, അതിന്റെ മിനിയേച്ചർ അല്ലേ? അത് വന്നിട്ട് കൊറേ വർഷമായിട്ട് നിക്കുന്നുണ്ട് ചൈന വാള്. ഇവിടുത്തെ അല്ല, ചൈനീസുള്ള. എന്നിട്ട് നമ്മള് ശ്രീ ശാരദാംബാൾ സോൺ 4. ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. നിങ്ങൾ വൈകുന്നേരം വന്ന ഇങ്ങനെ വെള്ളം അടിക്കും. ആ സൺഡേസുള്ള വന്നെങ്കിൽ നിങ്ങളുടെ നാളെ ഒരിക്കും പോകും. ഈ സോൺ 4 ജിമ്മുണ്ട്. സോൺ 4 ജിമ്മാ എവിടെ? അത് വന്നിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞ വരും ജിമ്മോ? അതൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഫൗണ്ടെയിൻ ഉള്ളത്. അവിടെ ഫൗണ്ടെയിൻ ഉണ്ട്. ഈവനിങ് അവിടെ ഒരു 6 PM or 5 PM വന്ന് ഇങ്ങനെ പുസു അടിക്കും. പിന്നെ പുറത്തൊക്കെ വെള്ളം വരും. കുളിക്കാന്നോ? പിന്നെ അവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ലൈറ്റ്സിന്റെ അറേഞ്ച്മെന്റ്സ് ഇല്ലേ? ഉണ്ടല്ലോ. ട്രീസിന്റെ അടുത്ത് ലൈറ്റ്സ് ഒക്കെ വരും ഒരു 6 PM. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് എടുക്കാം. സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ ആ സൈഡിൽ പോയാ അത് ചീത്തയായി പോയില്ലേ? ഏത് സിപ്പ് ലൈന്? സിപ്പ് ലൈനിന്റെ ഇങ്ങനെ മേലെ കയറി പോയില്ല, അത് കാണാനില്ല. ഇവിടെ വന്നിട്ട് ഒരു സ്പ്രിങ് ഉണ്ട്. ദീർഘ്യമുണ്ട്. ഇത് വന്നിട്ട് ഡ്രാഗൺ സ്വിംഗ് ആണ്. ഏജ് ലിമിറ്റ് 6 to 20 years. മാക്സിമം 6 members. കയറാൻ പറ്റുമല്ലോ. എനിക്ക് 8 വയസ്സല്ലേ? 12 വയസ്സായിട്ടില്ലല്ലോ. 12 വയസ്സായാലും സ്റ്റോപ്പ് ആവുള്ളൂ അല്ലേ? 12 വയസ്സായാലും പോവാ, 10 വയസ്സായാലും പോയാ, 9 വയസ്സായാലും പോവാ,
7 വയസ്സായാലും പോവാം, 6 വയസ്സായാലും പോവാം. അതിന്റെ പിന്നിലും പോയാ 12 മുന്നിലും പോയാ കയറാൻ പറ്റും. മാക്സിമം 6 മെമ്പേഴ്സിനെ കളിക്കാൻ പറ്റും. ഇവിടെയാണ് എന്തുണ്ട്, മങ്കി ബാർസ് ഉണ്ട്. നന്നായിട്ട് കണ്ടിട്ടുണ്ട്. മങ്കി ബാർ അങ്ങ് ദൂരെയാണ്. ഓടിച്ചോണ്ടിരിക്കാണ് കുതിരനെ. അത് ഓടിച്ചോണ്ട് ഇറ്റാലിയിലുള്ളത് പീസ ടവർ. ഞങ്ങളുടെ റിങ് പോലില്ലേ, അവിടെ നിങ്ങൾക്ക് വൈകുന്നേരം ഒക്കെ വരാണെങ്കിൽ കളേഴ്സ് ഒക്കെ അതിലുണ്ടാവും, ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാം. കൂട്ടുകാരെ ഇവിടെ സ്വിങ് ഒക്കെ ഉണ്ട്, ഊഞ്ഞാലുണ്ട്. ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ആടി. അതാണ് ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇന്ന് നല്ല തിരക്കുണ്ട്. പക്ഷേ തന്നെയാണ് സൺഡേ ആയിട്ടും കൂടി കിട്ടി. വെരി വെരി ലക്കി. സൺഡേ ആയിട്ട് എല്ലാവരും രാവിലെ എക്സസൈസ് ചെയ്യാനാ വരുന്നത്. ഇതിലിരുന്ന് ഓടാനല്ലോ, അതുകൊണ്ടാ. മനസ്സിലായോ? സൺഡേയില് വരും, കുറെ പേര് വരുമല്ലോ. കൊറേ പേരുണ്ടല്ലോ. ഇന്ന് പൊങ്കലാണ്. അപ്പൊ എക്സസൈസ് ചെയ്യാൻ എല്ലാരും ഇങ്ങോട്ട് വരില്ല. അപ്പൊ പിന്നെ അധികം പേര് ഇരുന്ന് എക്സസൈസ് ചെയ്യുള്ളൂ. രാവിലെ ഒന്നും അധികം ആരും ഇങ്ങനെ ആടില്ല. ചില പേരൊക്കെ നിറയെ ദിവസം നിറയെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നടക്കാം. ഇവിടെ സോൺ 1 എത്തി. അതിന്റെ ടോട്ടൽ 4 സോണുള്ളത്. നമ്മള് സ്റ്റാർട്ട് ചെയ്തത് സോൺ 3 അവിടെ നിന്നാണ്. സോൺ 2 നമ്മൾ രാവിലെ മാത്രമാണ് ഞങ്ങൾ സോൺ 3 സ്റ്റാർട്ട് ചെയ്യുക. വൈകുന്നേരം ആകുമ്പോൾ സോൺ ഞങ്ങൾ 3 സ്റ്റാർട്ട് ചെയ്യാം. റേസ് കോഴ്സിന് 4 സോണ് പോലെ 4 സ്വിങ്സ് ഇങ്ങനെ ഇരുന്നിട്ട് ആടാനായിട്ട്. 4 സോണിന്റെ കണക്കാണ് സ്വിങ്ങിന്. വലിയ സ്വിങ് കേട്ടോ. നമുക്ക് കൊറേ പേർക്ക് ഇരുന്നിട്ട് ഒരു 7 പേർക്ക് ഇരിക്കാൻ പറ്റും മക്കളെ. അവിടെ 2 സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ക്രോക്കഡൈൽ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ അതിനെ ചട്ടനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും, ചെയ്യാൻ പറ്റും. പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെയിറ്റ് നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, കുത്തുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൈൻഡിങ്ങിന്റെ 2 ഗ്രൈൻഡർ പോലെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നിന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ ആ സാധനം ആ ചാട്ടം ചെയ്യുമ്പോൾ ഇങ്ങനെ വിളിച്ചാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും നമ്മുടെ വീട്ടിനെ. പിന്നെ അതിലിങ്ങനെ ഇത് വാക്ക് അത്. പിന്നെ അതിലിങ്ങനെ മേലെ വരയ്ക്കും തൂങ്ങണം. പിന്നെ ഇതിൽ നിറയെ ഇങ്ങനെ തൂങ്ങി പിടിക്കണം, അങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. ഇവിടെ ഡൽഹിയിൽ തന്നെ ലോട്ടസ് ടെമ്പിൾ ഉണ്ട്. മിനിയേച്ചറാണ്. നിങ്ങൾ ഡൽഹി പോയാൽ കാണാൻ പറ്റും. ലോട്ടസ് ടെമ്പിൾ ആണ്. ഇവിടെയാണ് സോൺ 2. സോൺ 2 ഇവിടെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്മന്തിന് കുറച്ച് അതിലെല്ലാം കളിക്കണം, എന്നിട്ട് ഞാൻ വരുള്ളൂ. നമ്മള് റൗണ്ട് ഫിനിഷ് ചെയ്ത് ട്രയാങ്കിൾ പോലത്തെ ഇല്ല, അതിന്റെ മേലെ ഇത് വരും, വീഡിയോസ് ഒക്കെ വരും, പാട്ട് വരും, നിങ്ങൾ ഡാൻസ് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. പിന്നെ ഇതിൽ വന്നിട്ട് ലൈറ്റ്സ് വീഡിയോസ് ഒക്കെ വരും, പാട്ടൊക്കെ വരും.